ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെ വിശേഷം? സുഖമല്ല? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോഴേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ, ഇങ്ങോട്ട് ഒരാൾ ചോദിക്കുകയാണ്, ബാബൂസ് നദിൽ കാണണം കേട്ടോ. എനിക്ക് കമൻ്റ് ഇടാറുണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു കമൻ്റാണ് ഇപ്പം എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പം എന്താണെന്നോ ഇത് ചോദിക്കണുണ്ടോ, നല്ല ആരോഗ്യമുണ്ടല്ലടി, വേലയെടുത്ത് ജീവിക്കുന്ന്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി എൻ്റെ മുന്നത്തെ വീഡിയോസോ അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്നോ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിയാതെ ഒരു കമൻറ്റ് ഇങ്ങനത്തെ ഐറ്റങ്ങൾ എന്താണെന്നോ, എന്തെങ്കിലും അങ്ങോട്ട് അയച്ചാണ് പോവുക, എന്തെങ്കിലും അങ്ങോട്ട് ഇട്ടാണ് പോവുക എന്നുള്ളതാണ് അവരൊക്കെ വിചാരം. കാരണം ഇതെന്താണ് ഏതാണെന്നൊന്നും നോക്കുപോലും ഇല്ല. അപ്പോൾ അവരുടെ തൊള്ളയിൽ എന്താ വരുന്നത്, അതങ്ങോട്ട് ഇട്ട് പോവുക. അപ്പോൾ ബാബുവിനോട് പറയാനുള്ളതേ, നീ ഒന്നില്ലെങ്കിൽ ഇഞ്ച വിവരങ്ങൾ അറിയാം, ഞാൻ പിന്നെ വേല എടുക്കണുണ്ടോ ഇല്ലേ, എന്താണ് എൻ്റെ പരിപാടി, എല്ലാം ഇതൊന്ന് മനസ്സിലാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കമൻ്റ് ഇടാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, ഞാൻ ഇത്രയും ദൂരെ ഈ കണ്ണ് കാണാത്ത നാട്ടിൽ വന്ന് എൻ്റെ എല്ലാവരും ഇട്ടെറിഞ്ഞ് വന്ന് ജോലി എടുത്തിട്ട് പിന്നെ എനിക്ക് എന്നെ കൊണ്ട് ജോലി എടുപ്പിക്കാനോ? ഒന്നിലേക്ക് കമൻ്റ് ഇടണ്ടേ കേട്ടോ. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, എൻ്റെ മുന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ശേഷമുള്ള വീഡിയോ ഏതെങ്കിലും ഒന്ന് കാണുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്താ വിവരം എന്നൊന്ന് അറിയുമെന്ന് വെറുതെ ചാനലിൽ പോയിട്ട് ജസ്റ്റ് നോക്ക്, എന്താണ് ഏതാണെന്ന് ഇങ്ങോട്ട് കമൻ്റ് ഇട്ടാൽ പോരെ. ഇത് ചില മനുഷ്യന്മാരിങ്ങനെയാണ്, ചിലപ്പോൾ ഒന്നും നോക്കൊന്നുമില്ല, ഒന്നും അറിയില്ല, അങ്ങോട്ട് പറയാ. പക്ഷേ ഇത് എന്തിനാ പറയണതെന്ന് ഓൽക്കും അറിയില്ല, ഞമ്മക്കും അറിയില്ല, ഇവരെന്തിനാ നമ്മളെ പറയണതെന്ന് ഞമ്മക്കും അറിയില്ല. അപ്പോൾ ബാബു, എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ആരോഗ്യമുണ്ട് പറഞ്ഞ അൽഹംദുലില്ലാ, അത് മുന്നോട്ട് മരണം വരെ പോട്ടെ. എന്തായാലും നമ്മൾ അധ്വാനിക്കാൻ വന്നല്ല, ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നടക്കൂലല്ലോ. അപ്പോൾ ബാബു, എനിക്ക് അഭിനന്ദനങ്ങൾ കേട്ടോ. ഇതെന്തായാലും ഇനി എത്രയൊക്കെ പുകഴ്ത്തിയതല്ലേ, അപ്പോൾ എന്തായാലും എനിക്കൊരു അഭിനന്ദനങ്ങൾ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ ബാബു, എന്തായാലും ബാബു, ഞാൻ എന്നോട് പറഞ്ഞാൽ ഒമാനിൽ ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യണുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അപ്പുറമുള്ളൊരു ജോലി എന്തായാലും ഇപ്പം എനിക്ക് കഴിയൂല. ഒരേ സമയം ഒരു വീട്ടിലൊക്കെ അല്ലേ ജോലി എടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ബാബു ബൈ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും.